നിങ്ങൾ പക്ഷേ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, ഒരു വാർത്തയും ഞങ്ങൾ കൊടുക്കില്ല, നിങ്ങൾ മിണ്ടാതെ സഹിച്ചോളണം. സഹിക്കാൻ നിർവാഹമില്ല, അതാണ് ഞങ്ങളുടെ മറുപടി. മാധ്യമാക്രമണം നിശബ്ദമായി സഹിക്കാൻ നിർവാഹമില്ല, ക്ഷമിക്കണം. ബിരിയാണി ചെമ്പ് എന്തായി? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ അന്ന് നിർത്താം. എന്തായി കൈതോലപ്പായ? എന്തായി ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? എന്തായി ഖുറാൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? മാധ്യമങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ്രായേൽ പലസ്തീനിൽ എന്താണോ ചെയ്തത് അതുപോലെയാണ്. ഇസ്രായേൽ പലസ്തീനെ ചെയ്തതുപോലെയാണ് മാധ്യമങ്ങൾ സർക്കാരിനും ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനെപ്പറ്റി അറിയാത്തവരൊന്നുമല്ല. അതിനെയും കൂടി നേരിട്ടിട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ അതിജീവിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. അത് നടക്കട്ടെ. അതുപോലും പാടില്ല. അതായത് ഞങ്ങൾ മുക്കും, നിങ്ങൾ മിണ്ടരുത് എന്നാണ്. പരസ്യം കൊടുക്കേണ്ടി വരും, കൊടുക്കുകയും ചെയ്യും. നിങ്ങളറിയരുത് ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വാലും ചുരുട്ടി പരാജയം സമ്മതിച്ചിരിക്കണം. തൽക്കാലം അതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. അറിയിക്കേണ്ടത് ജനാധിപത്യത്തിൽ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം. നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എതിർപ്പും ഇപ്പോഴത്തെ ഈ അസാധാരണ സമീപനവും രാഷ്ട്രീയം മാത്രമാണെന്ന് കരുതാൻ പറ്റില്ല. ഈ അതേ പശ്ചാത്തലത്തിലാണ് ഈ പ്രതിപക്ഷ നേതാക്കൾ പലരും PR ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിന് സീരിയൽ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ PR ആരോപണം കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് സീരിയൽ കാണാനുള്ള അവസരം ജനങ്ങൾ കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി ഇപ്പോൾ സീരിയൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ജനങ്ങൾ കണക്കിലെടുക്കാതിരിക്കില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് അങ്ങനെ വിഷമം വരാൻ പാടില്ലല്ലോ. ഇപ്പോൾ PR-ൻ്റെ കാര്യം ഇവിടെ പറയുന്നല്ലോ. സ്വന്തമായിട്ടൊരു PR ഏജൻസിയെ കോടിക്കണക്കിന് ഉറുപ്പിക്ക് വെച്ചിട്ട് ആണ് PR എന്ന് സർക്കാരിനെതിരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഈ ചെയ്ത കാര്യങ്ങൾ വേണ്ടതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. PR-ലാണ് ഞങ്ങൾ പിന്നിലുള്ളത്. PR-ൽ UDF-ൻ്റെ 7 അയലത്ത് വരില്ല. എവിടെ വരെ PR പോകുന്നു? പുതുയുഗ യാത്ര ആൾ കുറഞ്ഞാൽ അവിടെ AI പടം വരികയാണ്. രാവിലെ 10 മണിക്ക് നടന്ന സ്വീകരണത്തിൻ്റെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞ് ലൈറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു പടം വന്നല്ലോ. രാത്രിയിലെ പടം വന്നു. AI ആണ്. അപ്പോൾ PR-കാർക്ക് വകതിരിവില്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കും. അപ്പോൾ എനിക്ക് ഉപദേശിക്കാനുള്ളത്, വെക്കുമ്പോൾ കുറച്ച് വകതിരിവുള്ള PR-കാരെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ 10 മണിക്ക് സ്വീകരണം നടന്നിട്ട് നോക്കൂ ഇവിടെ താൽക്കൂട്ടം എന്ന് പറഞ്ഞ് വലിയ ലൈറ്റ് വിട്ടിട്ടുള്ള പടം കൊടുത്താൽ ഇതൊക്കെ ആളുകൾ കയ്യോടെ പിടിക്കില്ലേ? ഇനി രമേശ് ചെന്നിത്തല ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തോട് നിങ്ങൾ പിന്നെ അവരോട് ആരോടും ചോദ്യങ്ങൾ ചോദിക്കില്ല. നിങ്ങളെ പറഞ്ഞാൽ നിങ്ങളെ അല്ല ഞാൻ പറഞ്ഞു, മാധ്യമങ്ങൾ ചോദിക്കില്ല എന്നുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയേണ്ടത് ഞങ്ങളാണല്ലോ. രമേശ് ചെന്നിത്തലയോട് ചോദിക്കണം, അമർത്യ സെന്നിന് കത്തെഴുതി, ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് കത്തെഴുതി, കനിമൊഴിക്ക് കത്തെഴുതി. ആ കത്തിന് പുല്ല് വില ആരെങ്കിലും കൽപ്പിച്ചു? എന്ത്? കേരളത്തിലെ വിഷൻ 2031 സെമിനാറിന് പങ്കെടുക്കരുത് എന്ന്. ഇങ്ങനെ പരിഹാസ്യനാവേണ്ടിയിരുന്നോ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്? ഒരു മറുപടിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയോ? എങ്കിൽ ആ മറുപടി അദ്ദേഹം ഒന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കട്ടെ. കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ ഇവർക്കൊക്കെ കത്തയച്ചിട്ട് ഇവരാരെങ്കിലും ഒരു വരി മറുപടി അദ്ദേഹത്തിന് കൊടുത്തോ? എന്നാൽ അദ്ദേഹം മറുപടി ഒന്ന് കാണിക്കട്ടെ. മാത്രമല്ല അവരെല്ലാം വരികയും ചെയ്തില്ലേ? ഫാറൂഖ് അബ്ദുള്ള ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗം രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളൊന്ന് കേൾക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്നുള്ളത്, എങ്ങനെയാണ് ഇവരെല്ലാം കേരളത്തെ കാണുന്നത് എന്നത്. ഇവർക്ക് കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുക എന്നത് സഹിക്കാനേ പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ഇടതുവിരുദ്ധരാകെ, UDF മാത്രമല്ല പറഞ്ഞു, ഇടതുവിരുദ്ധരാകെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിലവിട്ട മാനസികാവസ്ഥയിലാണ്. അല്ല, നിങ്ങൾ ബാലുശ്ശേരിയിലെ കാര്യം വരെ തെരഞ്ഞെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അമർത്യ സെന്നും ഫാറൂഖ് അബ്ദുള്ളയ്ക്കും രമേശ് ചെന്നിത്തല കത്തെഴുതിയതിനെ പറ്റിയിട്ടാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അതാണ് ആണല്ലോ. നിങ്ങൾ അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ചോദ്യം ഉൾപ്പെടെ. പലസ്തീനോട്
എന്താണോ ഇസ്രായേൽ ചെയ്തത് അതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തോട് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അതുകൊണ്ട് അതിനെ ഞങ്ങൾ വിമർശിക്കും, തുറന്നു കാണിക്കും. നിങ്ങൾ മറച്ചുവെക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ മാർഗവും സ്വീകരിക്കും. പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾ സത്യം പറയൂ ജനങ്ങളോട്, സത്യം ഞങ്ങൾ പറയൂ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സത്യങ്ങളാണോ? പണ്ട് പറഞ്ഞതെല്ലാം സത്യങ്ങളായിരുന്നു. ഞാൻ പലതവണ ആവർത്തിച്ചതായതുകൊണ്ട് ആവർത്തിച്ച് എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ ഉത്തരം പറയുന്നില്ല. ബിരിയാണി ചെമ്പ് എന്തായി? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഞാൻ അന്ന് നിർത്താം. എന്തായി കൈതോലപ്പായ? എന്തായി ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? എന്തായി ഖുറാൻ്റെ ഉള്ളിൽ കടത്തിയ സ്വർണം? അതാ ഞാൻ പറഞ്ഞത്, പലസ്തീനോട് എന്താണോ ഇസ്രായേൽ ചെയ്തത് അതാണ് ഇടതുപക്ഷത്തോട്. ഇവിടെ നുണബോംബുകളാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഉള്ളൂ. നുണബോംബുകളാണ്. ഏതിനെങ്കിലും ഒരു വിശദീകരണം ഇന്നേവരെ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ ചോദിക്കില്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയണ്ടേ? തിരിച്ചൊരു അക്കൗണ്ടബിലിറ്റി മാധ്യമങ്ങൾക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഈ കൊടുത്ത വാർത്തകളെല്ലാം എന്തായി? അതുകൊണ്ട് ഇനിയും വരും. ഇതിനേക്കാൾ പ്രഹരശേഷിയുള്ള വാർത്തകൾ അടുത്തൊരു 2 മാസം കടുത്ത കാർപ്പറ്റ് ബോംബിംഗ് ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങളതൊക്കെ നേടാൻ തയ്യാറായിട്ടായിരിക്കുന്നു. അടുത്ത 2 മാസം കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതിനെയൊക്കെ നേരിട്ടാണല്ലോ ഞങ്ങൾ 2ാമത്തെ തവണ ജയിച്ചു വന്നത്. അതിനെ നിങ്ങൾ ആരെങ്കിലും PR എന്ന് വിശേഷിപ്പിച്ചതായിട്ട് കണ്ടോ? എന്താണ് അഭിപ്രായത്തിനെ പറ്റിയിട്ട്? എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുള്ളൂ. അദ്ദേഹം ചോദിച്ചത് KC വേണുഗോപാൽ പോയിട്ട് എന്തോ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ കണ്ടതുപോലെ ഒരു രംഗമായിട്ടാണ് തോന്നിയത്. 40 കൊല്ലം മുമ്പേ ജെൻസിയൊക്കെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 40 കൊല്ലം മുമ്പത്തെ PR അഭ്യാസമേ ഇപ്പോഴും ഉള്ളൂ കയ്യിൽ എന്നുള്ളതാണ് പ്രശ്നം. ഇവർ ഈ കാലത്തിന് ചേർന്നവരാണ്. എന്നാൽ പിന്നെ ഈ കാലത്തിന് ചേർന്ന വല്ല PR നടത്തണ്ടേ? ആ ശരി. ഈ KC എനിക്ക് ബാലുശ്ശേരിയുടെ കാര്യം എന്താണെന്നറിയില്ല. KC വേണുഗോപാലിൻ്റെ എല്ലാ മാധ്യമങ്ങളിലും കണ്ടു. നിങ്ങൾ പക്ഷേ ഇതൊന്നും കാണുന്നില്ല. ബാലുശ്ശേരി മാത്രം നിൽക്കുകയാണ്. ആകെ കിട്ടിയൊരു ബാലുശ്ശേരിയാണ്. KC വേണുഗോപാൽ ചെയ്തത് എന്തായിരുന്നു? PR-ൻ്റെ ഗണത്തിൽ വരുമോ അതോ അത് വളരെ ഉദാത്തമായ പൊതുപ്രവർത്തന മാതൃകയായിട്ടാണോ? എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? എന്താണ് അഭിപ്രായം? അത്രയെങ്കിലും നിങ്ങൾ പറഞ്ഞു കിട്ടിയല്ലോ, അതൊരു വലിയ വിജയമാണ്. അത്രയെങ്കിലും നിങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അല്ല, എനിക്ക് ബാലുശ്ശേരിയിൽ അറിയില്ല എന്താ സംഭവം എന്ന്. ബാലുശ്ശേരിയിൽ ആരാ MLA പോയിട്ട് അടുക്കള കയറിയിട്ട് പാത്രം തപ്പിയോ? ആ, ഇത് AICC ജനറൽ സെക്രട്ടറി അല്ല, സർദാർ വല്ലഭായ് പട്ടേലിന്റെ സീറ്റിൽ ഇരുത്തിയ ആളെന്ന് മണിശങ്കരയ്യർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ ഞാൻ പറയില്ല കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കസേരയിൽ ഇരുത്തിയ ആൾ എന്ന് മണിശങ്കരയ്യർ പറഞ്ഞ ഉന്നതനായ ഒരാളാണ് ഈ വില കുറഞ്ഞ PR നടത്തുന്നത്. അതിന് ഏതോ മറ്റേ പ്രാദേശിക പാർട്ടി പ്രവർത്തകർ എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ താരതമ്യം നടത്തണമെങ്കിൽ ആ സ്ഥിതിയിലായിപ്പോയി. AICC ജനറൽ സെക്രട്ടറി ആയിട്ട് താരതമ്യം ചെയ്യണം. ഗോവിന്ദ മാഷാണോ അയാളുടെ വീട്ടിൽ പോയിട്ട് അടുക്കള കയറിയത്? എന്തെങ്കിലും പറയരുത്. ആ, മാഷൊക്കെ പൈസ കൊടുത്തു കാണും, അതുകൊണ്ടല്ലേ. അല്ലാണ്ട് മാഷ് പോക്കറ്റിൽ എടുത്ത് കൊടുക്കുമോ? അങ്ങനെയാണോ? അപ്പോൾ അതായത് നിങ്ങളുടെ തത്വം എന്താണെന്നറിയോ? കോൺഗ്രസ്സുകാർക്ക് UDF-ന് എന്തിനുമുള്ള അവകാശമുണ്ട്. അവർക്ക് PR ആവാം, അവർക്ക് PR ഏജൻസിയെ വെക്കാം, അവർക്ക് മറ്റേ അടുക്കളയിൽ കയറിയിട്ട് വേവ് നോക്കാം, പാകം നോക്കാം, അവർക്ക് ഡെലിവറി ബോയുടെ സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇരിക്കാം. അതെല്ലാം മഹത്തായിട്ടുള്ള കാര്യം. നിങ്ങൾ പക്ഷേ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. ഒരു വാർത്തയും ഞങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ മിണ്ടാടെ സഹിച്ചോളണം. സഹിക്കാൻ നിർവാഹമില്ല. അതാണ് ഞങ്ങളുടെ മറുപടി. അങ്ങനെ നിശബ്ദമായി സഹിക്കാൻ, മാധ്യമാക്രമണം നിശബ്ദമായി സഹിക്കാൻ നിർവാഹമില്ല. ക്ഷമിക്കണം.